വരെ എനിക്ക് തോന്നിപ്പോയി. ഇങ്ങനെ കരയല്ലേ മോളെ. പെൺകുട്ടികള് നല്ല ചുറുചുറുക്കുള്ളവരായിരിക്കണം. ഞാൻ വന്നപ്പോഴേ എന്റെ കൊച്ചുമോള് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കൂന്നാ ഞാൻ കരുതി. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. ആ ദേഷ്യം അമ്മമ്മയ്ക്കുണ്ടായിരുന്നു. അമ്മമ്മ മോള് കരയല്ലേ. ഇത്രയ്ക്ക് പൊന്നോമനായ കൊച്ചുമോളെയാണല്ലോ അമ്മമ്മ ഇത്രയും കാലം മിസ് ചെയ്തത്. എന്റെ തങ്കക്കുട്ടിയല്ലേ. തമ്പുരാട്ടി, ഈ കാഴ്ച കാണാൻ ഞാൻ അവരെ കൂടി ഇങ്ങോട്ട് വിളിച്ചോട്ടെ? വിളിക്കടി ഭദ്രേ. എല്ലാരും ഇങ്ങോട്ട് കേറി വരാൻ തമ്പുരാട്ടി പറഞ്ഞു. വാ. പത്ത് 18 കൊല്ല ഞാൻ എന്റെ കുഞ്ഞിനെ കാണാതിരുന്നത്. എന്ത് നഷ്ടായി പോയെന്ന് ഇപ്പോഴാ ഞാൻ ഓർക്കുന്നത്. എല്ലാരും പോയിക്കോ. ഇന്നു മുതൽ എന്റെ കൊച്ചുമോള് എന്നോടൊപ്പം ഉറങ്ങുന്നേ. ആ പൊക്കോ പൊക്കോ. ഇന്ന് ഞങ്ങക്കേ മഹാശിവരാത്രിയാ. പൊയ്ക്കോ. ഹരീഷിനെയും ശ്രീലക്ഷ്മിയും കാണാൻ പോയ കാര്യം വേണുവേട്ടനോട് രാജുവിനോട് പറയണോ? വേണ്ട. പറയാതെ പോയതിന് അവരെന്നെ വഴക്ക് പറഞ്ഞാലോ? നീ എന്താ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ അന്തം വിട്ടു നിൽക്കണ? ഒന്നുമില്ല വേണുവേട്ട. ഏയ്, മനസ്സിൽ എന്തോ ടെൻഷനുണ്ട്. എന്തുണ്ടെങ്കിലും നീ എന്നോട് പറ. നിന്റെ പ്രശ്നം പരിഹരിക്കാൻ ഞാനല്ലാതെ വേറെ ആരാ ഉള്ളേ? ഒന്നുമില്ല വേണുവേട്ട. ഒരു പെറ്റതള്ളയുടെ ആഗ്രഹം സാധിച്ചു തരേണ്ടത് മകന്റെ കടമയാടാ, മറക്കരുത്. ആഗ്രഹം നടത്തി തരാനേ നിങ്ങൾ എനിക്ക് കോടിക്കണക്കിന് രൂപയുടെ ഓഹരി തന്നിരിക്കല്ലേ. ഭൂലോക കൂതറയായ മദാമ തുടങ്ങിയല്ലോ രാത്രിയിലെ കൊലവിളി. നീ വാ. അത് തന്നെ. തഞ്ചാവൂരിൽ കുപ്പുസ്വാമി ചൊക്കലിംഗത്തിന്റെ വീട്ടിൽ ഞാൻ ജോലിക്ക് നിൽക്കുമ്പം അവിടെ ആന്ത്രോസ് ടി വി ഉണ്ടായിരുന്നു. ഒരു കുപ്പുസ്വാമി ചൊക്കലിംഗം. ഇവർ ഈ കണ്ട വീടുകൾക്ക് ജോലിക്കുന്നതേ ജോലി ചെയ്യാനൊന്നുമല്ല, ഈ ടി വി കാണാനായിരിക്കും. കളിയാക്കിയത് മതിയുടെ പെങ്കോന്താ. അച്ചി വീട്ടിൽ എന്ന് താമസം തുടങ്ങിയോ അന്ന് മുതൽ എന്റെ അന്തസ്വാഭിമാനം ഒക്കെ പോയി. എന്താ ഇവിടെ പ്രശ്നം? എന്റെ അളിയ ഇവർക്ക് ഇപ്പൊ ആൻഡ്രോയിഡ് ടി വി വേണോന്ന്. ഞാനിപ്പോ ആൻഡ്രോയിഡ് ടി വിക്ക് ഇവിടെ പോരാ. കണ്ട വീടുകളിലൊക്കെ തിണ്ണ തൂക്കാൻ നടന്നപ്പോ ഇവർ ഈ വക സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഇപ്പൊ നമ്മുടെ പെടലിക്ക് വരുവാ. ഞാൻ കാശും പത്രാസും ഒക്കെ ഒത്തിരി കണ്ടിട്ടുള്ളത് തന്നെ. പത്രക്കടലാസ
പത്രക്കടലാസ് അല്ല അച്ഛാ, പത്രാസ്. അയ്യോ അച്ഛനോ? അത് നിങ്ങളുടെ എന്നെ അങ്ങോട്ട് തൂക്കി കൊല്ലു ഭഗവാന്. വേണ്ട, അത്രയും വലിയ ടി വി വേണ്ട. പകരം 1,00,000 രൂപയുടെ ഒരു ഐസ് ഫോൺ വാങ്ങിച്ചതാ. ഐസ് ഐസ് ഫോണോ? ആ. പ്രിയേ, പൊന്നു മോളെ, ഫോണിനെയാ ഈ തള്ള ഐസ് ഫോണെന്നൊക്കെ വിളിച്ചു പറയുന്നത്. അയ്യോ, ഈശ്വരാ, നീ എന്താ ഇപ്പൊ ഇവിടെ വിളിച്ചേ? മോളെ എന്നാ? അതെ, അവളെ ചിലപ്പോ ഞാൻ മോളെന്നൊക്കെ വിളിച്ചെന്നിരിക്കും. ഓ, അവന്റെ ഒരു പുന്നാര മോള്. ഈ മോള് വിളി എന്ന് തുടങ്ങിയോ? അന്ന് മുതൽ നീ പെറ്റ തലയെ തല്ലാൻ തുടങ്ങി. ദാണ്ടെ, എനിക്ക് പൈസ ഫോണ് വേണം. അമ്മയ്ക്കൊരു ഫോണില്ലേ ഇപ്പോ? അത് പോരെ? അത് പോരെ രാധമ്മേ. അതില് ഭംഗിയായിട്ട് കാർട്ടൂണും വാൾട്ടൂവും ഒന്നും കാണാൻ ഒക്കത്തില്ല, അതാണ്. വാൽ ട്യൂബ് അല്ല അമ്മേ, ട്യൂബ്. ഓ, എന്താന്ന് ട്യൂബെങ്കിലും ആവട്ടെ. വാറ്റുമൊക്കെ സൈക്കിൾ ഇടുന്നതല്ലേ? എനിക്കൊരു ഐസ് ഫോൺ കിട്ടിയേ പറ്റൂ. ഓ,